ഇന്നലെ വ്യാപക സംഘർഷങ്ങളുണ്ടായ ആലപ്പുഴ ജില്ലയിലൂടെ മന്ത്രിസഭ ഇന്ന് പര്യടനം നടത്തും. കായംകുളത്താണ് ഇന്നത്തെ ആദ്യ നവകേരള സദസ്സ്. എതിർസ്വരങ്ങളെ പോലീസും CPM പ്രവർത്തകരും ചേർന്ന് തല്ലി ഒതുക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. ആലപ്പുഴയിൽ നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ഷഫീദ് നിൽക്കുന്നത്? കായംകുളത്താണോ ആലപ്പുഴയിലാണോ? ഇന്ന് പ്രതിപക്ഷ നീക്കം കടുക്കും എന്ന് പറയുന്നു. എന്തായാലും മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി അറസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടായോ? ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണ് കായംകുളത്തുനിന്ന്? SKN വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്താണ്. കായംകുളം ഹരിപ്പാട് ഭാഗങ്ങളിലാണ് ഇന്നലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ തങ്ങിയത്. നമ്മൾ ഇന്നലെ അറിയാവുന്ന പോലെ തന്നെ ആലപ്പുഴയിൽ ചില പ്രതിഷേധ സംഭവങ്ങൾ ഉണ്ടായി. അതിനെ പോലീസ് നേരിട്ട് വിധത്തിലടക്കം ചെറിയ ചില പരാതികളടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു. പക്ഷെ അപ്പോഴും ഇന്നലെ വളരെ സജീവമായി തന്നെ ആലപ്പുഴ ജില്ലയിലെ പരിപാടികൾ മുന്നേറി. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ വിവിധ വികസന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്, മറ്റു മന്ത്രിമാർ സംസാരിച്ചത്. നിരവധി പരാതികൾ ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചിട്ടുണ്ട്. അടക്കമുള്ള കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് വേദിയിൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ജില്ലയുടെ ചുമതലയുള്ള രണ്ട് മന്ത്രിമാർ, അത് മന്ത്രി P പ്രസാദും അതേപോലെ തന്നെ മന്ത്രി സജി ചെറിയാനുമാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ, ഈ കായംകുളത്തോട് താമസിക്കുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു കടയിൽ കയറിയതാണ്. എന്നാൽ നമുക്ക് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഉച്ചയോടെ ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയാക്കി പത്തനംതിട്ടയിലേക്ക് കയറുകയാണ്. മിനിസ്റ്ററെ, വലിയ പ്രതീക്ഷയോടെ ആലപ്പുഴയിലേക്ക് വരുന്നു. വിവിധ വിഷയങ്ങൾ ചർച്ച നടന്നു. ഇപ്പൊ ഇന്ന് അവസാന ദിവസമാണ് ആലപ്പുഴയിൽ. നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രഭാത സദസ്സുകളിൽ നല്ല ചർച്ച ഉണ്ടായിരുന്നു. വളരെ പോസിറ്റീവായി എങ്ങനെ നവകേരള സദസ്സിനെ എടുക്കണം എന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ സ്വീകരിക്കാൻ സമീപനമുണ്ട്. അത് പക്ഷേ കഴിവുകയാണ്. അപ്പം SNDP യോഗത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം വന്നു. അദ്ദേഹം പറഞ്ഞ അഭിനന്ദനം മാത്രം. അദ്ദേഹം കയർ മേഖലയെക്കുറിച്ച് സംസാരിച്ചു, തീരത്തെക്കുറിച്ച് സംസാരിച്ചു, കാർഷിക മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആലപ്പുഴ അതിരൂപതയുടെ ആദരണീയനായ ബിഷപ്പ് ആനാപറമ്പിൽ പിതാവ് വന്നു. ഇതേപോലെ അദ്ദേഹം തീരദേശ റോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നു, മത്സ്യമേഖലയുടെ കാര്യം സംസാരിക്കുന്നു, ഹാർബറുകളുടെ കാര്യം സംസാരിക്കുന്നു. നമ്മൾ ഇതേപോലെ ചെറുപ്പക്കാരനായ കർഷകൻ സുജിത്ത് സംസാരിക്കുന്നു. TMMC അദ്ദേഹം പറഞ്ഞത് തന്നെ, അദ്ദേഹത്തിന് വലിയ പ്രായമുള്ള ആളാണ്. ശ്രീ പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹം വളരെ എതിരായ മനുഷ്യനാണ്. ഒരു വ്യവസായ ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായമുള്ള ഒരു വ്യവസായിയാണ് അദ്ദേഹം. അപ്പോൾ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിനന്ദിക്കുന്നു. ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ വളരെ സ്ത്രീകളുടെ 3 ഷിഫ്റ്റായി സ്ത്രീകളെ തന്നെ വഴിവെച്ചാൽ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്ത്രീകൾക്ക് നല്ല വരുമാനം ഉണ്ടാകുന്ന തരത്തിൽ കയർ മേഖലയിൽ എങ്ങനെയെല്ലാം മാറ്റം അത് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിനന്ദിക്കുന്നത്. എന്തൊരു ക്രിയാത്മകമായി ഇത് എല്ലായിടത്തും നടന്നതാണ്. നല്ല ഇടപെടലുകൾ, നല്ല ചർച്ചകൾ, ഇതെല്ലാമാണ് ആലപ്പുഴയിൽ നമ്മൾ കണ്ട ഒരു ഭാഗം. മറ്റൊന്ന്, അനേകായിരങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകളെയും ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങളെയും ഒക്കെയും അപ്പുറം കടന്നുകൊണ്ടുള്ള പങ്കാളിത്തം ഉണ്ടാവുന്നു. അത് അരൂരായാലും ചേർത്തലയായാലും ആലപ്പുഴയിലും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ ഭാഗവും കുട്ടനാടും എല്ലായിടങ്ങളിലും നമ്മൾ കണ്ട ലാസ്റ്റിൽ സമാപന സമ്മേളനത്തിന് ഹരിപ്പാടേക്ക് എത്തുമ്പോഴും എന്ത് വലിയ ജനപങ്കാളിത്തമാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചില പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായി ജില്ലയിലെ നഗരത്തിലൊക്കെ ചില സംഘർഷങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി. പോലീസിനെതിരെ വലിയ പഴിയാണത്. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കുന്നു. നമ്മളൊരു പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നു. ആ പ്രതിഷേധത്തിനൊരു ന്യായമുണ്ടാവും. എന്തിനാണ് ഈ നവകേരള സദസ്സിനോട് UDF അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് മാത്രമാണ്, UDF എന്ന് പറഞ്ഞാൽ വേറെയുമുണ്ട്, ഒരുപാട് കക്ഷികളുണ്ടല്ലോ. കോൺഗ്രസ്സുകാർ എന്തിനാണ് ആ പ്രതിഷേധവുമായി വരുന്നത്? ഞാനും ശ്രീ സജി ചെറിയാനും ഞങ്ങളെല്ലാവരും വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കയറി വരുന്നിട്ടുള്ളവരാണ്. ഞങ്ങളുടെയൊക്കെ പഠനകാലത്ത്, ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് നിരവധിയായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരുടെ യോഗങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഒരു കാരണം ഉണ്ടാവും. കാരണം കേരളത്തിലൊരു സമരം കത്തി നിൽക്കുന്ന അവസരത്തിലായിരിക്കും. അല്ലാതെ ഒരു മന്ത്രി അതേപോലെ പോകുന്നുണ്ട്, നമുക്കൊരു കരിങ്കൊടി കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ ഒരു സംഘടനയും ഒരു കരിങ്കൊടിയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമരം രൂപപ്പെട്ടിപ്പം ആ സമരം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യ മേഖലയിൽ പോളിടെക്നിക് വരുന്നു, അല്ലെങ്കിൽ പിന്നെ +2 സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്നു, പഴയ പ്രീ ഡിഗ്രി ബോർഡ്, എൻ്റെയൊക്കെ കോളേജ് കാലത്തുള്ള സമരങ്ങളാണല്ല, ഇവരൊക്കെ നേതാക്കന്മാരുമാണ്. ഈ സമരങ്ങളൊക്കെ ഉയർന്നു വന്ന് ആ സമരവും ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. ഇത് വെറുതെ ഒരു മാധ്യമ ശ്രദ്ധ പിടിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം അതിനെക്കുറിച്ച് സത്യസന്ധമായി മറുപടി പറയാൻ തയ്യാറാവണം. എന്തിനാണ് ഇങ്ങനെ ഒരു ചാവേർ സംഘത്തെ അയക്കുന്നത്? ഇതൊക്കെ ഈ വണ്ടിയുടെ മുമ്പിലേക്ക് എടുത്തിയാടുകയാണ്. ഇതൊക്കെ ഓരോ കുടുംബത്തിൻ്റെയും പ്രതീക്ഷകളാണ്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പലയിടങ്ങളിലും അവർ എത്രമാത്രം പ്രകോപനമായി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അടിയന്തരമായി കാണണം എന്ന് പറഞ്ഞ് എനിക്കൊരാൾ അയച്ചു. ഞാൻ നോക്കുമായിരുന്നു.
ഏറ്റവും കൂടിയ തെറിയാണ് ദൂരെ നിന്ന് വിളിക്കുന്നതല്ല. അപ്പം എത്രമാത്രം പ്രകോപനം ഉണ്ടാക്കാമോ അത്രമാത്രം പ്രകോപനം ഉണ്ടാക്കുക, വാഹനങ്ങളുടെ മുമ്പിലേക്ക് ചാടുക, ഇത് ആക്രമിക്കാനായി ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണ്. ഞാനിപ്പോൾ ആലപ്പുഴയുടെ സംഭവത്തെ വിചാരിക്കും അറിയില്ല, ഞാൻ അവിടെ നടക്കാനിങ്ങനെ പത്രം കണ്ടില്ല. ഇന്നലെ രാത്രിയിൽ മുഴുവനും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഇതിൻ്റെ തിരക്കുകളായിരുന്നു. ഇപ്പോൾ കായംകുളത്ത് രാവിലത്തെ യോഗമാണ്. സംഘാടകർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറേയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എല്ലാവരുടെയും താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കായംകുളത്തിൻ്റെ ഈ ഭാഗങ്ങളിൽ താമസിക്കുമ്പോൾ എല്ലാവർക്കും ഒരിടത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല. അപ്പം ഞാനൊക്കെയാണ് ഇവിടുത്തെ ഒരു ഓഫീസ് മുറിയാണ്, അതിനകത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മിനിസ്റ്റർ പറഞ്ഞത് ഈ സംഘാടനത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സംഘാടനത്തിലെ ബുദ്ധിമുട്ടാണ്. അതിന്റെ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഈ സംഘാടനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരം ചില പ്രതിഷേധ സംഭവങ്ങളും മറുഭാഗത്തുണ്ടാകുന്നത്. സർക്കാരിനെ വലിയ രീതിയിൽ ചില പഴികൾ കേൾക്കുന്നു, പ്രതിപക്ഷം വിലയിരുത്തുന്ന പഴികൾ. സജീവ് മിനിസ്റ്റർ അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ആലപ്പുഴ ടൗണിൽ നടന്ന ചില പ്രതിഷേധ സംഭവങ്ങളാണ്. KSUവിന്റെ ഒരു നേതാവിനെ തല തല്ലി പൊളിച്ചു എന്നുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് പോലീസിന്റെ ഭാഗത്ത് സുരക്ഷയുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായ ക്രമീകരണമായി കാണാം. പക്ഷേ ഇങ്ങനെ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നു, പ്രതിപക്ഷം അത് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, ഈ അക്രമത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളല്ലല്ലോ പോയത്. മഞ്ചേശ്വരത്ത് പരിപാടി ആരംഭിക്കുമ്പോൾ മുതൽ ഒരു സംഘർഷം കേരളത്തിൽ ഉണ്ടാക്കണം. അവർക്ക് ഈ നവകേരള സദസ്സ് അഭൂതപൂർവമായ ജനപങ്കാളിത്തം കണ്ടപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഒരു രക്തസാക്ഷി അവർക്കുണ്ടാകുന്നത് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനവരാദ്യം ചെയ്തത് വണ്ടിയുടെ മുമ്പ് ചാടാൻ തീരുമാനിച്ചു. അന്ന് വലിയ ഭാഗ്യത്തിലാണ് അപകടം ഒഴിഞ്ഞാണ്. ഞങ്ങളെല്ലാം വണ്ടി നിൽക്കും. ആ വണ്ടി അന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നു, ഉറപ്പായിട്ടും ആ പയ്യനെ അപകടത്തിൽപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പല തരത്തിൽ പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനൊന്നും ഞങ്ങൾ ഒരു തരത്തിലും വേറൊരു മാർഗം സ്വീകരിച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും LDF നേതാക്കന്മാരും പരസ്യമായി തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞു, ഇത്തരത്തിൽ അക്രമം ഉണ്ടാക്കി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ യാതൊരു പ്രൊവോക്കേഷൻ നമ്മുടെ ഭാഗത്തും ഉണ്ടായില്ല. അടുത്ത ഭാഗം വന്നപ്പോൾ ചെരുപ്പേറായി, കല്ലേറായി. അപ്പോഴും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രൊവോക്കേഷൻ ഉണ്ടല്ല. ഇന്നലെ ആലപ്പുഴ എന്താ സംഭവം? ആലപ്പുഴയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചതാണ്. അവിടെ ഞങ്ങൾ ചോദിക്കട്ടെ, അവിടെ ഞങ്ങളുടെ 10,000 കണക്കിന് പ്രവർത്തകരവിടെ വന്നല്ലോ. ആരെങ്കിലും ആ പ്രശ്നത്തിൽ ഇടപെട്ടു? പോലീസ് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുമ്പോൾ അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് നോക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഞങ്ങളുടെ 10,000 കണക്കിന് പ്രവർത്തകരുണ്ടായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരാരും അതിനകത്ത് ഇറങ്ങാനോ വഴക്കുണ്ടാക്കാനോ പോയില്ല. കൈതവനയിൽ സംഘടിച്ചെത്തിയിട്ടാണ് പിന്നീട് പ്രതിഷേധം ഉണ്ടായതും അത് പിന്നീട് വലിയൊരു സംഘർഷത്തിലേക്ക് പോയതും. അല്ല, അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ നിയന്ത്രിച്ചു. ആ നിയന്ത്രിച്ച് പോയവർ അറസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം അവർ വീണ്ടും സംഘടിച്ച് മറ്റാളുകളെയും കൂട്ടി സംഘർഷം ഉണ്ടാക്കാൻ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സംഘർഷം ഉണ്ടാക്കാൻ വന്നിട്ട് അവിടെ നിന്ന് പ്രവർത്തകരുടെ നേർക്ക് പാഞ്ഞെടുത്ത് അവരെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോഴാണ് പ്രതിഷേധം ഉണ്ടായത്. എന്നിട്ട് അവിടെ സംഘർഷമൊന്നും ഉണ്ടായില്ല. അതൊക്കെ പിന്നെ ഊരിപ്പരിപ്പിച്ചതാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. ഓടിക്കേറിയത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലേക്കാണെന്ന് മനസ്സിലാക്കുന്നത്. അതിന് പുറകെ ആരെങ്കിലും ഓടിയിട്ടൊന്നും എനിക്കറിയില്ല. മന്ത്രി സജി ചെറിയാനും മന്ത്രി P. പ്രസാദും സംസാരിക്കുന്ന നവകേരള സദസ്സ് ആലപ്പുഴയിലാണ്, കായംകുളത്താണ് രാവിലെ സദസ്സ് നടക്കുക.